നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനം തനിക്ക് വേണ്ടെന്ന് പരസ്യമായി തുറന്നടിച്ചിരിക്കുകയാണ് അബിൻ വർക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലെ തമ്മിലടിയുടെ വാർത്തകൾ വീണ്ടും പുറത്തുവരുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ സമുദായ സന്തുലിതത്തിന്റെ പേര് പറഞ്ഞായിരുന്നു കൂടെ നിന്നവർ പോലും ചവിട്ടി താഴ്ത്തിയത്. സാധാരണ രീതി അനുസരിച്ച് പ്രസിഡന്റ് ഏതെങ്കിലും ഘട്ടത്തിൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റിന് ആ ചുമതല കൈമാറുന്ന രീതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനം പാർട്ടി തന്നെ നൽകി കൊടുത്തുകൊണ്ട് നൈസായി കേരളത്തിൽ നിന്നും തട്ടി ദേശീയ തലത്തിലേക്ക് വിടാൻ ശ്രമം നടത്തുന്നത്. എന്നാൽ തനിക്ക് കേരളത്തിൽ തുടർന്നും പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും സ്ഥാനമില്ലാതെയും തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട അബിൻ വർക്കി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി തുടരാൻ തന്നെയാണ് തനിക്ക് ആഗ്രഹം. സംസ്ഥാന തലത്തിൽ തുടരാൻ അനുവദിക്കണമെന്നും പാർട്ടി ഫോറത്തിൽ നിലപാട് പറയുമെന്നും തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി തീരുമാനം തെറ്റിപ്പോയെന്നൊന്നും പറയില്ല, പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും അബിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് KSU യൂണിറ്റ് പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വരെയായി. ഇതൊക്കെ ആകുമ്പോൾ ഏറ്റവും കടപ്പാട് രാഹുൽ ഗാന്ധിയോടാണ്. ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാൻ അടക്കമുള്ളവർ കടന്നു വന്നത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ടാഗ് കൂടി വരുമ്പോൾ മാത്രമേ എനിക്കൊരു മേൽവിലാസം ഉണ്ടായതായി ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. എൻ്റെ പാർട്ടി മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഉണ്ടാകേണ്ട അനിവാര്യതയുണ്ട്. ഞാൻ അടക്കമുള്ള ആളുകൾ കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും BJPക്കുമെതിരെ സാധാരണ പ്രവർത്തകർക്കൊപ്പം സമരങ്ങളും മറ്റും നടത്തി വരികയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തനം തുടരണം എന്നാണ് ആഗ്രഹം. കേരളത്തിൽ തുടരാൻ സാധിക്കണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് മറ്റൊരു തലത്തിലേക്കുള്ള വെല്ലുവിളിയായി കാണരുത്. ഞാൻ വിധേയനായ പാർട്ടി പ്രവർത്തകനാണ്. കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത്. കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് 1,70,000 വോട്ടുകളാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരും ഒപ്പം നിന്നു. പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയുന്ന ആളല്ല എന്ന് തന്നെയാണ് അബിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി OJ ജനീഷിനെയും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലിനെയും ദേശീയ നേതൃത്വം നിയമിച്ചത്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് ഓഗസ്റ്റ് 21 രാഹുൽ മാങ്കൂട്ടം MLA രാജിവെച്ച ഒഴിവിലേക്ക് ജനീഷിനെ നിയമിച്ചത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവി. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും നിയമിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.